വെൽക്കം ടു പോസിറ്റീവ് വൈബ്സ് ഓർ പോസിറ്റീവ് ലൈഫ്. നമ്മളൊക്കെ എല്ലാ വർഷവും ന്യൂ ഇയർ ആവുമ്പോഴേക്ക് പുതിയ പുതിയ തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട് അല്ലേ? പക്ഷേ ഒരു 90% ആളുകളും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്ക് ആ റിസൊല്യൂഷൻസ് ഒക്കെ മറന്ന് പഴയ രീതിയിൽ തന്നെയാകും മുന്നോട്ട് പോവുക. പലപ്പോഴും നമ്മൾ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള റിസൊല്യൂഷൻസ് ആയിരിക്കും എടുക്കുക. അതായത് നമ്മളെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരു കാര്യം നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കുക, ഒരു ചേഞ്ചും ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റില്ല. അത് ഗ്രാജ്വലി പതിയെ പതിയെ മാത്രമേ നമ്മളിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയൂ. പിന്നെ നിങ്ങൾ എടുക്കുന്ന തീരുമാനം എന്തായാലും അതൊന്ന് എഴുതി വെക്കാനായിട്ട് ട്രൈ ചെയ്യുക. എഴുതി വെക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാവാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ഈ വർഷം നമുക്ക് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റിയ വളരെ സിമ്പിളായ റിയലിസ്റ്റിക് ആയിട്ടുള്ള 10 തീരുമാനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇതിലൊരു 3 കാര്യങ്ങളെങ്കിലും ഈ ഒരു വർഷം സാധിച്ചെടുക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് ഒരുപാട് ഇമ്പ്രൂവ് ആകും. ഒന്നാമത്തേത്, ഹെൽത്തി ഹാബിറ്റ്സ് നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടാക്കുക. അതായത് നേരത്തെ എഴുന്നേൽക്കാനായിട്ട് ട്രൈ ചെയ്യുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഹാബിറ്റ്സ് ഉണ്ടാക്കിയെടുക്കുക, ഡെയിലി ഒരു 10 മിനിറ്റെങ്കിലും എക്സസൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക, അതുപോലെ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക, ജങ്ക് ഫുഡൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യുക, അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഹെൽത്ത് ചെക്കപ്സ് ഒക്കെ നടത്തുക. പിന്നെ എന്തെങ്കിലുമൊക്കെ അസുഖം വരുമ്പം കൂടുതൽ പേരും തനിയെ മെഡിസിൻസ് വാങ്ങി യൂസ് ചെയ്യാറുണ്ട്. ഈ ഒരു കാര്യം ഈ വർഷത്തോടെ നിങ്ങളങ്ങ് സ്റ്റോപ്പ് ചെയ്യുക. എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ആയിക്കോട്ടെ, അത് നിങ്ങൾ ഡോക്ടറെ കണ്ട് അവർ തരുന്ന മെഡിസിൻസ് മാത്രം യൂസ് ചെയ്യാനായിട്ട് ഈ വർഷം മുതൽ അങ്ങോട്ട് ട്രൈ ചെയ്യുക. കാരണം ചെറിയ സിംറ്റംസ് ആദ്യമേ നമ്മൾ ട്രീറ്റ് ചെയ്താൽ അത് വലിയൊരു രോഗാവസ്ഥയിലേക്ക് പോകുന്നത് നമുക്ക് തടയാനായിട്ട് പറ്റും. ഇനി രണ്ടാമത്തെ തീരുമാനം, ലൈഫിൽ കുറച്ചൊരു സമ്പാദ്യം ഉണ്ടാക്കിയെടുക്കുക. മാസാമാസം ചെറിയൊരു തുക നിങ്ങൾ സേവ് ചെയ്യുക. ഇപ്പോൾ കൂടുതൽ പേർക്കും സാലറി കിട്ടും, ആ മാസം ഒരു പകുതി കഴിയുമ്പോഴേക്ക് ആ സാലറി കംപ്ലീറ്റ് ആയിട്ട് ചിലവായി പോയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചിലവുകൾ കുറച്ച് നിങ്ങളൊരു ബഡ്ജറ്റ് ഉണ്ടാക്കി അതനുസരിച്ച് മുന്നോട്ട് പോവുക. പിന്നെ നിങ്ങൾ ഒരു ചെറിയൊരു ഇൻഷുറൻസ് പോളിസി എങ്കിലും എടുത്തു വെക്കാനായിട്ട് ട്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയൊക്കെ ഫ്രീ ആയിട്ടുള്ള ഇൻഷുറൻസ് പോളിസികൾ അവൈലബിൾ ആണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്നൊരു ഹെൽത്ത് സംബന്ധമായിട്ടുള്ള പ്രോബ്ലം വന്നാൽ അല്ലെങ്കിൽ പെട്ടെന്നൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ ആവശ്യം വന്നാൽ നിങ്ങൾക്ക് അധികം ബുദ്ധിമുട്ടില്ലാണ്ട് എല്ലാം മാനേജ് ചെയ്യാനായിട്ട് പറ്റും. മൂന്നാമതായിട്ട്, ടൈം മാനേജ്മെൻറ്റ് ലൈഫിലേക്ക് കൊണ്ടുവരിക. ദിവസവും നമുക്കൊരു 24 മണിക്കൂർ കിട്ടിയാൽ ആ 24 മണിക്കൂറിനെ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ട്രൈ ചെയ്യുക. പല ആളുകളുണ്ട്, അവർ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും, എന്നിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവരുടെ ലൈഫിൽ ചെയ്യാനുള്ള പല കാര്യങ്ങളും സമയമില്ല എന്ന് പറഞ്ഞ് മാറ്റിവെക്കും. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ലൈഫിൽ സക്സസ് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് ഓരോന്നിനും ടൈം ഷെഡ്യൂൾ ചെയ്ത് വെച്ച് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുക. അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് സമയം നിങ്ങൾ വെറുതെ വേസ്റ്റാക്കി കളയാതിരിക്കുക. നമുക്ക് ഈ ലൈഫിൽ കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ അസറ്റ് ടൈമാണ്. ഈ ഒരു സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഒരിക്കലും നമുക്കത് തിരിച്ചു കിട്ടില്ല. എത്ര പെട്ടെന്ന് ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും ഒക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് മുതൽ അങ്ങോട്ട് ഈ കിട്ടുന്ന ഒരു വർഷം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. ഇനി നാലാമത്തെ കാര്യം, നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പഠിക്കുക. നമുക്കൊക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്, റിലേറ്റീവ്സ് ഉണ്ട്, അങ്ങനെ നമുക്ക് അറിയാവുന്ന ഒരുപാട് ആളുകളുണ്ട്. ഇവരിൽ പലരെയും നിങ്ങൾ കോണ്ടാക്ട് ചെയ്തിട്ട് എത്ര കാലമായിട്ടുണ്ടാവും? എല്ലാവരെയും വിളിച്ച് സമയം കളയണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളുകളെ വിളിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. അതുപോലെ അവരുടെ കൂടെ ചിലവഴിക്കാനായിട്ട് നിങ്ങൾ സമയം കണ്ടെത്തുക. എപ്പോഴും ജോലി ജോലി എന്നും പറഞ്ഞ് ഓടി നടക്കാതെ നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടി കൂടി നിങ്ങൾ കുറച്ച് സമയം ചിലവഴിക്കുക. അങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് എല്ലാവരുമായിട്ട് ഉണ്ടാക്കിയെടുക്കുക. അഞ്ചാമതായിട്ട്, ഈ ഒരു വർഷം നിങ്ങൾ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിക്കുക. ഇപ്പോൾ പലരും ചിന്തിക്കുന്നുണ്ടാവും, എനിക്ക് 25 വയസ്സായി അല്ലെങ്കിൽ 35 വയസ്സായി, ഇനി ഞാൻ എന്ത് പഠിക്കാനാണെന്ന്. ഈവൻ വീട്ടമ്മമാരാണെങ്കിൽ പോലും നിങ്ങൾക്ക് അത്യാവശ്യമായിട്ടുള്ള പല സ്കില്ലുകളും നിങ്ങൾക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഈവൻ പേരൻറ്റിങ്, നല്ല രീതിയിൽ പേരൻറ്റിങ് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അതൊരു വലിയൊരു സ്കില്ല് തന്നെയാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും.
അല്ലെങ്കിൽ തുന്നൽ പഠിക്കാം, ഡ്രൈവിംഗ് പഠിക്കാം, ചെറിയ ചെറിയ കോഴ്സസ് ഒരുപാട് ഇപ്പോൾ അവൈലബിളാണ്, സർട്ടിഫിക്കറ്റ് കോഴ്സസ് ഒക്കെ. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് താല്പര്യമുള്ള എന്തെങ്കിലും ഒരു കാര്യം ഈ വർഷം നിങ്ങൾ പുതിയതായിട്ട് പഠിച്ചിരിക്കുക. ആറാമതായിട്ട് നിങ്ങൾക്ക് അഡിക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. ഇതൊരുവിധം എല്ലാവരും പുതുവർഷത്തിൽ എടുക്കുന്ന ഒരു തീരുമാനമാണ്. ഞാൻ പുകവലി ഉപേക്ഷിക്കുകയാണ്, ഞാൻ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ആയിട്ട് നിർത്തും. പക്ഷെ എന്താ ചെയ്യുക ഇവർ? ഒരു 2-3 ദിവസം ഇങ്ങനെ അങ്ങ് മുന്നോട്ട് പോകും, വീണ്ടും പഴയപടിയാകും. അപ്പോൾ നിങ്ങൾ ഈ ഒരു അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെക്കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യുക. പലതും നിങ്ങൾക്ക് തനിയെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നാണെങ്കിൽ ആരുടെയെങ്കിലുമൊക്കെ ഹെൽപ്പ് തേടാം. നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ അത് സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നെങ്കിൽ മാത്രമേ അതുകൊണ്ടൊരു ബെനിഫിറ്റ് നമുക്കുണ്ടാവൂ. ഇപ്പോൾ അഡിക്ഷൻ്റെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് എക്സ്ട്രാ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തെങ്കിൽ മാത്രമേ ഈ ഒരു അഡിക്ഷൻ സ്റ്റോപ്പ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റൂ. അല്ലെങ്കിൽ എത്ര ട്രൈ ചെയ്താലും ഒരാഴ്ച കഴിയുമ്പോഴേക്ക് വീണ്ടും പഴയപടിയാകും. അപ്പോൾ അതിന് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുക. ഏഴാമത്തെ കാര്യം, നിങ്ങളൊരു ഗോൾ സെറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും, പല വർഷങ്ങളായിട്ട് നിങ്ങൾ ഒന്നും ചെയ്യാതെ മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന സ്വപ്നങ്ങൾ. അപ്പോൾ അതിലെ ഏറ്റവും വലിയൊരു സ്വപ്നം നിങ്ങൾ ഗോളായിട്ട് സെറ്റ് ചെയ്യുക. ഈ ഒരു വർഷം ഞാൻ എൻ്റെ സ്വപ്നത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യുമെന്ന് നിങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് എഴുതി വയ്ക്കുക. കറക്റ്റായിട്ടൊന്ന് പ്ലാൻ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് പോയാൽ ഒരു വർഷം കൊണ്ട് നിങ്ങൾക്കത് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു സ്വപ്നമെങ്കിലും ഈ വർഷം നിങ്ങൾ പൂർത്തീകരിക്കുക. എട്ടാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ മനസ്സിന് കൂടി ഡെയിലി സമയം കൊടുക്കുക. അതായത് നിങ്ങൾക്ക് മൈൻഡ്ഫുൾനെസ് പ്രാക്ടീസ് ചെയ്യാം, അതുപോലെ കുറച്ച് സമയം ഒന്ന് മെഡിറ്റേഷൻ ചെയ്യാം. നിങ്ങളുടെ മൈൻഡ് ഫ്രീ ആക്കാൻ വേണ്ടി നിങ്ങൾക്ക് ജേണൽസ് എഴുതാം, ഇല്ലെങ്കിൽ യോഗ, ബ്രീത്തിങ് എക്സസൈസ്, ഇതൊക്കെ ചെയ്ത് നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കാം ഡൗൺ ചെയ്യാനും, അല്ലെങ്കിൽ എന്ത് കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ മൈൻഡിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാനും ഒക്കെ കഴിയും. അപ്പോൾ നിങ്ങളുടെ മനസ്സിന് വേണ്ടി ഡെയിലി ഒരു 10 മിനിറ്റ് എങ്കിലും നിങ്ങൾ മാറ്റിവെക്കുക. ഒമ്പതാമത്തെ കാര്യം, നിങ്ങൾക്കൊരു മീ ടൈം ഉണ്ടായിരിക്കണം. ഡെയിലി ഒരു അരമണിക്കൂർ സമയമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണം. ഇപ്പോൾ വീട്ടമ്മമാരൊക്കെ ആണെങ്കിൽ അവർ കൂടുതൽ സമയം ഹസ്ബൻഡിൻ്റെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ, വീട്ടുകാര്യങ്ങൾ, ഇതൊക്കെ ആയിട്ട് ഓടി നടക്കും. അവർക്ക് വേണ്ടി ചിലവഴിക്കാൻ അവർക്കൊരു അരമണിക്കൂർ പോലും കിട്ടുന്നില്ല. ഇനി നിങ്ങൾ അതൊന്ന് മാറ്റിവെച്ച് നിങ്ങളെ തന്നെ ഒന്ന് സ്നേഹിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഡെയിലി ഒരു അരമണിക്കൂറെങ്കിലും മാറ്റിവെക്കുക. പെയിൻറ്റിങ് ഇഷ്ടമുള്ളവർക്ക് അത് ചെയ്യാം, ഇപ്പം പുസ്തകം വായിക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം, അതല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ദിവസം ഒരു അരമണിക്കൂർ മാറ്റിവെക്കുക. 10ാമത്തെ കാര്യം, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന ഒരവസരവും നഷ്ടപ്പെടുത്തി കളയാതിരിക്കുക. ഒരാളെയെങ്കിലും ദിവസം നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞാൽ അത് നിങ്ങൾ ചെയ്യുക. ഇത്രത്തോളം നമ്മുടെ മനസ്സിന് സന്തോഷം തരുന്ന ഒരു കാര്യം വേറെയില്ല. നിങ്ങൾ മനസ്സ് തുറന്ന് മറ്റൊരാളെ സഹായിക്കുമ്പോൾ മാത്രമേ അതുകൊണ്ട് കിട്ടുന്ന ഒരു സന്തോഷം നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിപ്പോൾ പൈസ കൊടുത്ത് തന്നെ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നില്ല. നിങ്ങളുടെ ഒരു പുഞ്ചിരി, അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അവർ പറയുന്നൊന്ന് കേൾക്കാൻ ഒരാളെ കിട്ടാൻ വേണ്ടി നോക്കിയിരിപ്പുണ്ട്. അപ്പോൾ അവർ പറയുന്നതൊക്കെ ഒന്ന് കേൾക്കാനായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കുറച്ച് സമയം കൊടുക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു രീതിയിൽ മറ്റൊരാളെ നിങ്ങൾ സഹായിക്കാനായിട്ട് മാക്സിമം ട്രൈ ചെയ്യുക. അങ്ങനെ കൂടുതൽ ക്വാളിറ്റി ഉള്ളൊരു പേഴ്സണായിട്ട് നമുക്ക് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ന്യൂ ഇയറിൽ എടുക്കാൻ പറ്റുന്ന 10 ന്യൂ ഇയർ റെസൊല്യൂഷൻസാണ് ഞാൻ ഷെയർ ചെയ്തത്. ഇതിലൊരു 3 കാര്യമെങ്കിലും നിങ്ങൾ ലൈഫിലേക്ക് കൊണ്ടുവരാനായിട്ട് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ഒരു വീഡിയോ കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു പുതുവത്സരം തന്നെ ആശംസിക്കുന്നു. എല്ലാവർക്കും ഈ ഒരു വർഷം ഒരുപാട് നന്മയുടെയും സമൃദ്ധിയുടെയും ഒക്കെ വർഷമായിട്ട് മാറട്ടെ. വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ.